വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് ഇയ്യോബ്. ഈ വർഷത്തിലേക്ക് നമ്മൾ കയറിയപ്പോൾ നമ്മൾ കേട്ട അല്ലെങ്കിൽ വായിച്ച അധ്യായവും ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നായിരുന്നു. അല്ലെങ്കിൽ ഈ വർഷത്തിലെ 2025 വാഗ്ദത്തത്തെക്കുറിച്ച് നമ്മൾ കേട്ടതും ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നായിരുന്നു. എന്നാൽ ഇയ്യോബിൻ്റെ പുസ്തകം ആമേൻ ആമേൻ 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മളവിടെ 1-2 വാക്യങ്ങൾ, ചില വാക്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഒന്ന് ചെറിയൊരു ചിന്തയാണെങ്കിൽ ഒത്തിരി നമ്മൾ വായിക്കാൻ പോവുകയാണ്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ആയിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. നമുക്ക് അതിലോട്ടൊന്ന് വരാം. എന്നാൽ അതിൻ്റെ ആരംഭവാക്യത്തെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ എങ്ങനെയാണ്? ഇയ്യോബിൻ്റെ പ്രത്യേകതകൾ എന്താണ്? അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ആയിരുന്നു. 1 സ്തോത്രം, അവൻ നിഷ്കളങ്കൻ, കളങ്കമില്ലാത്തവനായിരുന്നു ഇയ്യോബ്. 2 നേരുള്ളവനായിരുന്നു. സ്തോത്രം, നേരുകേടൊരിക്കലും പുള്ളി ചെയ്യത്തില്ല. ആമേൻ, സ്തോത്രം. 2 ദൈവഭക്തൻ ആയിരുന്നു. സ്തോത്രം, നല്ലൊരു ഭക്തനായിരുന്നു ഇയ്യോബ്. ബൈബിൾ പഠിക്കുമ്പോൾ ഒത്തിരി ഭക്തന്മാരെ കാണുന്നുണ്ട്. പക്ഷെ ബൈബിളിലെ ഏത് ഭക്തനെ എടുത്താലും മറ്റാരെക്കാളും അധികം ഭക്തി നിമിത്തം പലതും കേൾക്കേണ്ടി വന്നതും ഭക്തി നിമിത്തം പലതും അനുഭവിക്കേണ്ടി വന്നതുമായ ഞാൻ വിശ്വസിക്കുന്നു ഇയ്യോബായിരിക്കും ഇത്രയും കഷ്ടത അനുഭവിക്കേണ്ടി വന്നേ. സ്തോത്രം. ഇനി ദോഷകരമായ എന്ത് ജീവിതത്തിൽ വന്നാലും അതിനെയൊക്കെ വിട്ട് അകലുന്നവനും ആയിരുന്നു. അപ്പൊ ഇതാണ് ഇയ്യോബ്. മനസ്സിലായോ? എന്താണ് ഇയ്യോബ്? നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം. ഞാനിതിങ്ങനെ വിശ്വസിക്കുന്നു, ഈ പറഞ്ഞ 4 കാര്യങ്ങളില്ലെങ്കിൽ ബൈബിളിലുള്ള ഇയ്യോബ് എന്ന പുസ്തകം കാണത്തില്ലായിരുന്നു. സ്തോത്രം. അല്ലെങ്കിൽ ഇയ്യോബ് ഇല്ല. സ്തോത്രം. ഈ 4 വിഷയങ്ങളാണ് ഇയ്യോബിനെ ഇയ്യോബാക്കിയത്. ആമേൻ. ഇവിടെ ഇയ്യോബിൻ്റെ ഈ 4 പ്രത്യേകതകൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഉള്ളപ്പോൾ തന്നെ അടുത്ത് തൻ്റെ കുടുംബ പശ്ചാത്തലം ഇയ്യോബിനെ കുറിച്ച് താഴോട്ട് വിവരിക്കുകയാണ്. എന്നാൽ ഇയ്യോബിന് ഒത്തിരി ആടുമാടുകൾ, ഒത്തിരി മൃഗസമ്പത്തുകൾ, 500 കാള, 3000 ഒട്ടകം, 7000 ആട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താൻ്റെ ദിവസത്തിൽ താന്താൻ്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെ ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുമായിരുന്നു? വിസിറ്റിങ്ങും വിരുന്നും അല്ലേ, ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ നടക്കുമായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സഹകരണം എന്നുണ്ടായിരുന്നു. കുടുംബങ്ങൾ തമ്മിൽ, കുടുംബത്തിനകത്ത് നല്ലൊരു സഹകരണം ഉണ്ട്. അത് ഈ കാണുമ്പോൾ അടികൂടുന്ന കുടുംബങ്ങളെ പോലല്ല, ഭയങ്കര സഹകരണമായിരുന്നു. സ്തോത്രം. അതുപോലെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ പറഞ്ഞാൽ സ്തോത്രം, ഭയങ്കരമായി അതിഥി സൽക്കാരം. ആര് വന്നാലും സ്തോത്രം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർക്കൊക്കെ എന്ത് ചെയ്യും? സൽക്കരിക്കുന്ന ഒരു സ്വഭാവം അവിടെ പതിവായിരുന്നു. എന്നാൽ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത്
ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കൂ എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്ത് പോന്നു എന്ന് പറഞ്ഞാൽ ഈ വിരുന്ന് നാളുകൾ, ഈ പറഞ്ഞ വിസിറ്റിങ്ങും ഇവരുടെ വിരുന്നൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു വട്ടം തികയുമ്പോൾ, ആമേൻ, ഈ ഒരു വട്ടം തികയുമ്പോൾ സ്തോത്രം, ഇങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ തികഞ്ഞ് വരും. ഞാൻ ഈ ഭാഗങ്ങൾ പറയുന്നത് ആ ദൂതിലോട്ട് വരാനാണ്. സ്തോത്രം, വെറുതെ ഇത് വായിച്ചു വിടാനല്ല ഞാനത് പറഞ്ഞേ. ഇത് കഴിയുമ്പോൾ ഇയ്യോബ് തൻ്റെ മക്കളെ എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുന്നത് പുത്രന്മാർ അല്ലേ, പുത്രന്മാരെ എന്ത് ചെയ്യും? വിളിച്ച് വരുത്തും. സ്തോത്രം. വിളിച്ചു വരുത്തിയിട്ട് ഹൃദയം കൊണ്ട് ദൈവത്തെ ത്യജിച്ചു പാപം ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഇയ്യോബ് യാഗം കഴിക്കുകയും ഹോമയാഗം കഴിക്കുകയും, സ്തോത്രം, രാവിലെ ശുദ്ധീകരിക്കുകയും ഒക്കെ ചെയ്ത് പോന്നു. ഈ ഒരു രീതിയിലൂടെ ഇയ്യോബ് പോകുമ്പോൾ, എൻ്റെ ഒരു ചിന്തയാണ്, ഇയ്യോബ് ചിന്തിച്ചിട്ടുണ്ടാകും തൻ്റെ മക്കൾ, ഈ ചില മക്കളുണ്ട്, ഈ ചില മക്കൾ അപ്പൻ്റെ മുമ്പിൽ വരുമ്പോൾ, ഞാൻ പണ്ട് കുഞ്ഞിലെ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം, ഈ പപ്പയ്ക്ക് എൻ്റെ പിതാവിനൊരു, ഞാൻ പഠിക്കുന്ന കാലത്ത് പപ്പയ്ക്ക് എപ്പോഴും പഠിക്കണം. പപ്പ കാണുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? പഠിക്കണം. ഒന്നുമല്ലേൽ ഒരു പുസ്തകമെങ്കിലും എടുത്ത് വായിച്ച് കൊണ്ടിരിക്കണം. സ്തോത്രം. പിന്നെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കണം. സ്തോത്രം. പിന്നെ എപ്പോഴും ബൈബിള് വായിക്കണം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എപ്പോഴും പഠിക്കണം. അപ്പോൾ ഈ എന്നെ അകത്ത് പഠിക്കാനിരുത്തിയിട്ട് പപ്പയും മമ്മിയും കൂടെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പുറകിൽ പോകുമ്പോൾ, സ്തോത്രം, പപ്പയുടെ ശബ്ദം താഴത്തെ ജനലുണ്ടായി, ജനലിൻ്റെ അടുത്തൂടെ പപ്പയുടെ ശബ്ദം, അല്ലെങ്കിൽ പപ്പ വരുന്നു എന്ന് മനസ്സിലാക്കിയാൽ അതുവരെ കളിച്ചുകൊണ്ടിരുന്ന് പിന്നെ ഇരുന്ന് വായിക്കും. കുറേ നാൾ കഴിഞ്ഞ്, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ഈ ഒരിക്കലും ടേപ്പ് റെക്കോർഡ് മേടിച്ചു. ഈ ടേപ്പ് റെക്കോർഡ് മേടിച്ച സമയത്ത് ഈ റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ട്. സ്തോത്രം. ഈ റെക്കോർഡിംഗ് സിസ്റ്റത്തിൽ ഞാൻ റെക്കോർഡ് ചെയ്യും. എന്താ? ഏതെങ്കിലും ടെസ്റ്റ് എടുത്ത് വെച്ച് റെക്കോർഡ് ചെയ്യും. സ്തോത്രം. മുറിക്കാതിരുന്ന് എന്താ? ഭയങ്കര പഠിത്തമാണ്. ഹല്ലേലൂയ, ആമേൻ. പപ്പ വരുമ്പോൾ റെക്കോർഡ് ഓൺ ചെയ്യും. സ്തോത്രം. ഞാൻ ഇതുവരെ ആരോടും പറയാത്ത രഹസ്യമാണ്, ആരോടും പറയില്ല നിങ്ങളാരും. ഇയ്യോബിന്റെ വിചാരം, ഇയ്യോബിന്റെ മുമ്പിൽ മക്കൾ വരുമ്പോ ഭക്തിയൊക്കെ നടിക്കും. മനസ്സിലായോ? ഇയ്യോബില്ലാത്ത സമയത്ത് ഇവർ പാപം ചെയ്താലോ എന്നൊരു ഭയം ഒരുപക്ഷെ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആമേൻ. അതാ അവിടെ എഴുതിയിരിക്കുന്നേ, അവിടെ എടുത്തു പറയുന്നത് ഹൃദയം കൊണ്ട് അല്ലേ, എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കൂ എന്ന് പറഞ്ഞ്, ശരീരം കൊണ്ട് ഇയ്യോബിന്റെ അപ്പന്റെ മുമ്പിൽ വരുമ്പോൾ മക്കളൊക്കെ എന്താ? ഭയങ്കര വിശുദ്ധരും ഭക്തന്മാരുമാ എന്ന് കാണിച്ചിട്ട് ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോയാലോ എന്ന് ഭയന്നിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇവരെ, ഈ മക്കളൊക്കെ, അവിടെ ഇവിടെയും താമസിക്കുന്ന മക്കളെയൊക്കെ വിളിച്ചു വരുത്തിട്ട് ഒരുമിച്ച് ഒരു ആരാധന നടത്തും. സ്തോത്രം. ഇവരാരും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകരുത്. ഇവരാരും ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന ഈ ഭക്തി വിട്ട് എൻ്റെ മക്കൾ പോകരുത്. ഹല്ലേലൂയ. ഞാൻ മാത്രം ഈ ഭക്തി മുറുകെ പിടിച്ചാൽ പോരാ, ഞാൻ മാത്രം എൻ്റെ ദൈവത്തെ അറിഞ്ഞാൽ പോരാ, ഞാൻ മാത്രം ഈ ദൈവസ്നേഹം അനുഭവിച്ചാൽ പോരാ, എൻ്റെ മക്കൾ ഈ ദൈവത്തെ വിട്ട് പാപത്തിലേക്ക് അവരുടെ ഹൃദയം പോകരുത്. ആമേൻ.
ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, നമ്മൾ കുടുംബമായിരുന്നു പ്രാർത്ഥിക്കുന്നത്, നമ്മൾ കുടുംബമായിരുന്നു ആരാധിക്കുന്നത്, നമ്മൾ കുടുംബമായിരുന്നു ഉപവസിക്കുന്നത്, നമ്മൾ കുടുംബമായിരുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ആ ഒരു കൂട്ടായ്മ ബന്ധം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ യോബ് എല്ലായ്പ്പോഴും ചെയ്ത് പോന്നു. സ്തോത്രം. ഇതൊന്നുമല്ല എൻ്റെ വിഷയം. അടുത്ത ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ 6-ാം വാക്യം മുതൽ വായിച്ച ഒരു ദിവസം ഞാൻ ഭൂമിയിലൂടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ, എന്റെ ദൈവം തന്നെ ഇയ്യോബിനെ കുറിച്ച് സാക്ഷി പറയുകയാണ്, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന്. ഇത് ദൈവം അവൻ സ്തോത്രം, അവൻ ദൂതന്മാരുടെ നടുവിൽ അവൻ സ്തോത്രം, ദൂതന്മാർ കേൾക്കേ അവൻ സ്തോത്രം സാത്താനോട് ദൈവം പറയുന്ന വാക്കുകളാണ്. മനസ്സിലാകുന്നവർ സ്തോത്രം പറഞ്ഞാട്ട്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ആമേൻ ആമേൻ സ്തോത്രം. ഇവൻ്റെ ജീവിതത്തിനൊരു കുറവുണ്ടെന്ന്, ഇവൻ്റെ ജീവിതത്തിൽ പാപമുണ്ടെന്ന്, ഇവൻ്റെ ജീവിതത്തിൽ തെറ്റുണ്ടെന്ന് സാത്താൻ നമ്മെ കുറിച്ച് പറയാൻ നമ്മൾ അവസരം കൊടുക്കരുത്. പകരം ദൈവം നമ്മെ കുറിച്ച് സാക്ഷ്യം പറയാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഈ ദിവസങ്ങളിൽ ഇടയാക്കുമെങ്കിൽ, ഈ നാളുകളിൽ നമ്മൾ ആയിരിക്കുമെങ്കിൽ, ദൂതന്മാരുടെ നടുവിൽ സാത്താൻ കേൾക്കേ എന്റെ ദൈവം പോലും ഈ നാളുകളിൽ നമ്മെ കുറിച്ച് സാക്ഷ്യം പറയും. ഇവനെ പോലെ ഒരു ഭക്തൻ, ഇവനെ പോലെ ദോഷമിട്ടകലുന്നവൻ, ഇവനെ പോലെ നിഷ്കളങ്കൻ, ഇവനെ പോലെ നേരുള്ളവൻ ഈ ഭൂമിയിൽ മറ്റാരുമില്ല എന്ന്. ആമേൻ 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 ആമേൻ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില സ്നേഹിതന്മാർ ഈ ലോകത്തിലെ മനുഷ്യനല്ല ആമേൻ നിന്നെ കുറിച്ച് ഏറ്റവും ആദ്യം സാക്ഷ്യം പറയേണ്ടത് എൻ്റെ ദൈവം പറയട്ടെ. ഇന്ന് പകൽ മനുഷ്യന്റെ മുൻപിൽ ആമേൻ ഒരുപക്ഷെ നീ നല്ലയാളായിരിക്കാം, മനുഷ്യന്റെ മുമ്പിൽ ഒരുപക്ഷെ നീ നല്ല അനുഭവത്തിലായിരിക്കാം, പക്ഷെ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ അത് കർത്താവ് അത്രേ നമ്മെ കുറിച്ച് പറയേണ്ടത്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. കേൾക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഇനി ദൂതിലോട്ട് വരട്ടെ. വായിച്ചേ. അതിന് സാത്താൻ യഹോവയുടെ 9-ാം വാക്യം. വെറുതെയോ ഇയ്യോബ്? സാത്താൻ ദൈവത്തോട് യഹോവയോട് പറയുക, വെറുതെയാണോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? അനുഗ്രഹിച്ചിരിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? സാത്താൻ 2 കാര്യമാണ് പറയുന്നത്, 2 റീസൺ. ഇയ്യോബ് ഭക്തിയോടെ ഇരിക്കാൻ, ഇയ്യോബ് വെറുതെയാണോ ഭക്തനായിരിക്കാൻ കാരണം? 2 റീസൺ. ഒന്ന് ദൈവത്തിന്റെ വേലി, മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് നീ കെട്ടിയിരിക്കുന്ന വേലി.
രണ്ട് അവൻ ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് നീ അവന് കൊടുത്തിരിക്കുന്ന നന്മ. മനസ്സിലായോ? സ്തോത്രം. 1 ദൈവത്തിൻ്റെ സംരക്ഷണം, 2 അവന് ദൈവം കൊടുത്തിരിക്കുന്ന നന്മ. ഇത് രണ്ടും കൊണ്ടാണ് ഇവൻ ഭക്തനായിട്ട് ഇരിക്കുന്നത്. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാക്കിയ സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഇന്നും ഇതല്ലേ പറയുന്നേ? സ്തോത്രം. ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയാൽ അവനെ ആദ്യം അവനോട് പറയുന്ന വാക്ക്, പള്ളിയിൽ നിന്ന് കിട്ടും, പള്ളിയിൽ നിന്ന് കിട്ടും, പണം കിട്ടും, അവൻ അമേരിക്കയിൽ നിന്ന് പണം വരും. സ്തോത്രം. അതുകൊണ്ടാ ഇവൻ പള്ളിയിൽ പോയേ, അല്ലേ? അതുകൊണ്ടാ ഇവൻ ദൈവഭക്തനായിരിക്കുന്നേ, അതുകൊണ്ടാ ഇവൻ പാസ്റ്ററായിരിക്കുന്നേ, അതുകൊണ്ടാ ഇവൻ ദൈവവേല ചെയ്യുന്നേ. ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഇന്നും അവിടെ ഇവിടെ പലയിടത്തും കേൾക്കാറുണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇത് തന്നെ ഇയ്യോബിൻ്റെ കാലത്തും 2 റീസണുകൾ സാത്താൻ പറയുന്നു. 1, ദൈവം അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ടും അവന് സാമ്പത്തിക, ഒറ്റ വാക്ക് നമ്മുടെ ഭാഷയിൽ പറയാം, അവന് ഇത്രയും സാമ്പത്തിക നന്മകളും ഇത്രയും സ്വത്ത് വകകൾ ഉള്ളത് കൊണ്ടാ ഇവൻ എന്ത് ചെയ്തിരിക്കുന്നേ? ഭക്തനായിരിക്കുന്നേ. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞേ. ദൈവം ഒരു കാര്യം ചെയ്തു, ആ വേലി അങ്ങെടുത്ത് മാറ്റി. സ്തോത്രം. ഇയ്യോബിന്റെ സമ്പത്ത് മുഴുവൻ സാത്താന്റെ കയ്യിലോട്ട് കൊടുത്തു. സ്തോത്രം പറഞ്ഞാട്ട്. എന്തൊക്കെയാ ദൈവം ചെയ്തേ? എന്ത് റീസൺ ആണോ സാത്താൻ പറഞ്ഞത്, ആ റീസൺ ദൈവം എടുത്ത് മാറ്റി. ഇനി എന്റെ സംരക്ഷണം ആർക്കില്ല? ഇയ്യോബിന്റെ സമ്പത്തിന് ചുറ്റും എന്തില്ല? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇയ്യോബിന്റെ സമ്പത്തിന് ചുറ്റും ആ വേലിയിനി, ആ വീട്ടിന് ചുറ്റുമുള്ള വേലിയിനി ഇല്ല. ദൈവം അതെടുത്ത് മാറ്റി കൊടുത്തു. അയ്യോ, എന്നാ സന്തോഷമാ സാത്താന്. സാത്താൻ അങ്ങ് ഇറങ്ങി. ആമേൻ. ഇയ്യോബിന്റെ വരുമാന സ്രോതസ്സുകളെ എല്ലാം അടച്ചു. ആമേൻ. ഇയ്യോബിന് എവിടെ നിന്നൊക്കെ വരുമാനം വന്നുകൊണ്ടിരുന്നോ, ഇയ്യോബിന് എവിടെ നിന്നൊക്കെ നന്മ വന്നുകൊണ്ടിരുന്നോ, അതെല്ലാം സാത്താൻ അങ്ങ് അടച്ചു. ആമേൻ, ആമേൻ. ഇയ്യോബിന്റെ സർവ്വസമ്പത്തും ഓരോന്നായി നഷ്ടപ്പെടാൻ തുടങ്ങി. ഇയ്യോബ് കേൾക്കാൻ തുടങ്ങി, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. ഇയ്യോബിന്റെ ബിസിനസ്സുകൾ തകർന്നു, ഇയ്യോബിന്റെ ബന്ധങ്ങൾ തകർന്നു, എല്ലാം തകർന്നു. സ്തോത്രം. ഇനി എല്ലാം തകർത്ത്, വരുമാനങ്ങളെല്ലാം തകർത്ത്, സ്തോത്രം, ഇതാ തകർന്നവനായി, മനസ്സ് തകർന്നവനായി ഇയ്യോബ് നിന്നിട്ടും 1-ാം അധ്യായത്തിൽ ദൈവത്തിലുള്ള ഭക്തി, ദൈവഭക്തിക്ക് ഒരു ഉലച്ചിലും സംഭവിച്ചില്ല. സ്തോത്രം. സമ്പത്ത് മുഴുവൻ തകർത്തിട്ടും, വരുമാനങ്ങൾ മുടക്കിയിട്ടും, ഈ വേലിയെടുത്ത് മാറ്റിയിട്ടും ദൈവഭക്തിക്ക് എന്തില്ല? ഒരു ഉലച്ചിലും ഉണ്ടായില്ല. ഇനി 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ വരുമ്പോൾ വായിച്ചേ, അടുത്ത ഘട്ടത്തിലോട്ട് പോവാം. പിന്നെ ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന്
വെറുതെ നീ ഇതെല്ലാം ചെയ്തിട്ടും വെറുതെ വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് എന്തിനാ സാത്താൻ ഇങ്ങനെയൊക്കെ ദൈവത്തോട് പറയാനിടയായത്? ഇയ്യോബിനെ എന്ത് ചെയ്യണം? നശിപ്പിക്കണം. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല, വളരാൻ പറ്റുന്നില്ല, നന്മയുണ്ടാകുന്നില്ല, സമ്പത്തുണ്ടാകുന്നില്ല. എല്ലാ മേഖലകളെയും സാത്താൻ പലയിടങ്ങളിലും പല മേഖലകളിലും സാത്താൻ കൈവച്ചത് എന്തിനാണ്? നിന്നെ നശിപ്പിക്കണം. നിന്നെ ഏതെങ്കിലും വിധത്തിൽ നശിപ്പിക്കണം. ആമേൻ. ഇന്ന് രാത്രിയിൽ നിന്നെ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ഈ നാളുകളിൽ ശത്രു തൊട്ടിരിക്കുന്ന നിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ, ആമേൻ, നിന്നെ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ശത്രു കൈവച്ചിരിക്കുന്ന നിന്റെ സമ്പത്ത് ശത്രു നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ഏതൊക്കെയോ മേഖലകളിൽ സാത്താൻ ഈ ആളുകളിൽ കൈവച്ചിരിക്കുമ്പോ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, അതിന്റെ മേലുള്ള ചില നീക്കുപോക്കുകൾ ഈ നാളുകളിൽ സംഭവിക്കുവാൻ പോകുകയാണ്. ആമേൻ, ആമേൻ. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. 1-ാം അധ്യായത്തിൽ കാണാത്തൊരു വാക്യമാണ് 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത്? വേലി മാറിയിട്ടും ഭക്തി വിട്ടില്ല. മനസ്സിലായോ? ആമേൻ, ആമേൻ, ആമേൻ. ഇയ്യോബിന്റെ ബിസിനസ്സുകൾ തകർന്നിട്ടും ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. വരുമാന സ്രോതസ്സുകൾ പിശാച് മുടക്കിയിട്ടും ഭക്തി വിട്ടില്ല. ഇയ്യോബ് ഭക്തി മുറുകെ പിടിച്ചു. ആമേൻ. ഇത് ദൈവം തന്നെ പറയുകയാണ്. അടുത്ത്, വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന്. എടാ, നീ കാരണമാ ഇതിനൊക്കെ ഞാൻ സമ്മതിച്ചേ, അല്ലേ? നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു ദൈവം പറയുക. അടുത്ത 4-ാം വാക്യത്തിൽ ഇരിക്കുന്നു, സാത്താൻ യഹോവയോട് മതി. ശ്രദ്ധിക്കണേ. അപ്പോ ഇപ്പൊ സാത്താൻ പറയുന്നതിന്റെ അർത്ഥം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സമ്പത്തൊക്കെ നീ എൻ്റെ കയ്യിൽ തന്നു, വരുമാന സ്രോതസ്സുകൾ നീ എനിക്ക് തന്നു, അല്ലേ? വേലിയൊക്കെ നീ എടുത്തു മാറ്റി. പക്ഷേ മനുഷ്യൻ അതിനേക്കാൾ പ്രധാനമല്ലേ അവന്റെ ത്വക്ക്, അവന്റെ സൗന്ദര്യം, അല്ലേ? അവന്റെ ആരോഗ്യം, അവന്റെ അഴക്. അപ്പൊ ഈ കാര്യങ്ങൾ സാത്താൻ ദൈവത്തോട് പറയുമ്പോ അടുത്ത 5-ാം വാക്യത്തിൽ ഇരിക്കുന്നു, നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയെ, മാംസത്തെ ഒന്ന് തൊടുക. അപ്പൊ എവിടേക്കാ തൊടുന്നേ? എവിടേക്കാ? പിശാചിന്റെ കണ്ണ് വീണിരിക്കുന്ന എവിടേക്കാ? നിന്റെ ത്വക്കിനെ, നിന്റെ മാംസത്തെ, നിന്റെ അസ്ഥിയെ, നിന്റെ സമ്പത്തിനെ, ആമേൻ, നിന്റെ വരുമാനത്തെ, നിന്റെ സ്വത്തിനെ, സകലത്തിന്മേലും സാത്താന്റെ ദൃഷ്ടി പതിയുമ്പോ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഇതിൻ്റെയൊക്കെ ഉദ്ദേശം പിടികിട്ടിയോ? ശ്രദ്ധിക്കണേ. നമ്പർ 1, വേലി മാറി. നമ്പർ 2, നിന്റെ സ്വത്ത് വകകളെ തൊട്ടു, നശിപ്പിച്ചു. 3, ആമേൻ, നിന്റെ വരുമാനത്തെ, ഉള്ളത് പോയാലും വന്നുകൊണ്ടിരുന്നാൽ പിന്നെ അനുഗ്രഹിക്കപ്പെടത്തില്ലേ? അപ്പോൾ ഉള്ളതും പോയി, വരുന്നതും പോയി, എല്ലാം സ്റ്റോപ്പ് ചെയ്തു, അല്ലേ? സ്തോത്രം. എന്നിട്ടും നിന്റെ പിടിവിട്ടില്ല. എത്രയൊക്കെ മനസ്സിലായി? വേലി മാറ്റിയപ്പോ സാത്താൻ വിചാരിച്ചു ഈ പിടിവിടുമെന്ന്.
അതുവഴി ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും വരുന്നതൊക്കെ ഇന്നും നിന്റെ വീട്ടിനകത്ത് കയറി വരിക. വേലി മാറിയപ്പോ സാത്താൻ വിചാരിച്ചു വേലി മാറുമ്പോ പിടി വിടുമെന്ന്. പക്ഷെ നീ പിടി വിട്ടില്ല. അവൻ എവിടെയോ ആർക്കോ ഈ ദൂതിന് വെളിപ്പെടാൻ പോകുകയാണ്, വിടുതലിനെ കൊണ്ടുവരാൻ പോകുകയാണ്. നിന്റെ ഭക്തി അവൻ ദൈവം കെട്ടിരിക്കുന്ന വേലിയെ ബേസ് ചെയ്തല്ല. ഞാൻ പറയുന്നത് എത്രപേർക്ക് മനസ്സിലായി? ആമേൻ. ദൈവം വേലി കെട്ടിയാൽ എന്ന എഗ്രിമെന്റിലല്ല നിന്റെ ഭക്തി ഇരിക്കുന്നേ, നിന്റെ വിശ്വാസം ഇരിക്കുന്നേ, നിന്റെ ദൈവത്തിലുള്ള നിന്റെ വിശ്വാസം ഇരിക്കുന്നേ. ആമേൻ. എത്ര പേർക്ക് പറയാൻ കഴിയും, ദൈവമേ നീ വേലി കെട്ടിയാലും കെട്ടിയില്ലേലും, എന്റെ സമ്പത്ത് നശിച്ചാലും ഇല്ലേലും, എന്റെ വരുമാനം മുടങ്ങിയാലും ഇല്ലേലും, ഞാൻ എന്റെ ദൈവത്തിലുള്ള ഭക്തി, ഞാൻ ദൈവത്തിലുള്ള ബന്ധം ഞാൻ വിച്ഛേദിക്കാൻ. അവർക്ക് പറയാൻ കഴിയും, വേലി പൊളിയട്ടെ, വേലി നിൽക്കട്ടെ, പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ വേലി എനിക്ക് ചുറ്റും ഉണ്ടേലും ഇല്ലേലും, ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ അനുഗ്രഹം. ഇനി എത്ര പേർക്ക് പറയാൻ കഴിയും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും? ഓ, തീച്ചൂളക്കകത്തു വീണ ശദ്രക് മേശക് അബേദ്നെഗോ ഇങ്ങനെ പറഞ്ഞു, ദൈവം വിടുവിച്ചാലും ഇല്ലേലും, ദൈവം വിടുവിക്കുന്നതോ വിടുവിക്കാത്തതോ അല്ല എന്റെ വിഷയം. എനിക്ക് ഞാൻ മുറുകെ പിടിച്ച ഭക്തി, ഞാൻ വിശ്വസിച്ച വിശ്വാസം, ഞാൻ സ്വീകരിച്ച വിശ്വാസം മാർഗം, അത് വിട്ടൊരു കളിയില്ല. ഓ, ദൈവകൃപ വിട്ടൊരു കളിയില്ല. ദൈവമായിട്ടുള്ള ബന്ധം വിട്ടൊരു പരിപാടി എനിക്കില്ല. ഞാൻ ആഗ്രഹിക്കുന്ന വിടുതൽ ഉണ്ടോ ഇല്ലയോ എന്നത് നോക്കിയല്ല, ദൈവത്തിന്റെ സംരക്ഷണം എനിക്ക് ചുറ്റും ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയല്ല, അത് ഉണ്ടേലും ഇല്ലേലും ദൈവത്തിലുള്ള ഭക്തിക്ക്, ദൈവത്തിലുള്ള വിശ്വാസത്തിന് ഒരു കോട്ടവും ഒരു ഉലച്ചിലും ഉണ്ടാകാൻ സമ്മതിക്കത്തില്ല. 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ആമേൻ, സാത്താൻ നിന്നുകൊണ്ട് പറയുക, ത്വക്ക്, ഈ ത്വക്ക്, അതിനുള്ളിലെ മാംസം, അതിനുള്ളിലെ അസ്ഥി, ശത്രു നോട്ടമിട്ടു. ഇന്ന് രാത്രി ത്വക്കിൽ വിടുതൽ വ്യാപരിക്കട്ടെ, മാംസത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, അസ്ഥി സംബന്ധമായി വിടുതലുകൾ വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏതൊക്കെയോ മേഖലകളിൽ അത്ഭുത വിടുതലുകൾ, അത്ഭുത രോഗശാന്തികൾ, അത്ഭുത ദൈവവാർത്തകൾ right now അത് റിലീസ് ആകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ, മനസ്സിലാക്ക ചില വേലികളെ മാറ്റാൻ അവൻ ശത്രു ചില മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ, അവൻ ഹല്ലേലൂയ, നിന്റെ സമ്പത്തിനെ, അതിന്റെ വരുമാനത്തെ മുടക്കാൻ പിശാച് പല മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ, നിന്റെ ത്വക്കിനെ, മാംസത്തെ, അസ്ഥിയെ തൊടാൻ എന്ന് വെച്ചാൽ നിന്റെ ആരോഗ്യത്തെ തകർക്കാൻ പിശാച് ഏതൊക്കെ മേഖലകളിൽ ശ്രമിക്കുമ്പോൾ, പിശാചിന്റെ ആകമാന ലക്ഷ്യം എന്താണെന്നറിയോ? നിന്നെ നശിപ്പിക്കണം. നീയും ദൈവമായിട്ടുള്ള റിലേഷൻ അതിനെ അവൻ വിച്ഛേദിക്കണം എന്നതത്രേ പിശാചിന്റെ ലക്ഷ്യം. എന്നാൽ ഇന്ന് രാത്രി എത്ര പേർ പറയും, എന്തൊക്കെ സംഭവിച്ചാലും ഭക്തി വിടത്തില്ല, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തെരഞ്ഞെടുത്ത വിശ്വാസത്തെ ഞാൻ അടിയുറക്കുന്നു. എഴുതിയിരിക്കുന്നു, യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ, നോക്കണേ, ഇത്രയും ഭക്തിയോടെ ഇരുന്ന്, ഇത്രയും
നേരുള്ളവനായിരുന്ന, ഇത്രത്തോളം നേരുള്ളവനായിരുന്ന ഇയ്യോബിനെ കുറിച്ച് ദൈവം സാത്താനോട് പറയുക, ഇതാ അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തൊടരുത്. ഒരു സ്തോത്രം പറഞ്ഞേ. അവന്റെ പ്രാണനെ മാത്രം തൊടരുത്. എവിടൊക്കെ പിശാച് തൊട്ടാലും, എവിടൊക്കെ പിശാച് തൊട്ടാലും, എന്തൊക്കെ തന്നെ പിശാച് തൊട്ടാലും നിന്റെ പ്രാണനെ തൊടത്തില്ല. ഇന്ന് രാത്രി അതിനകത്തൊരു ദൂത് മറഞ്ഞു കിടപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ എന്തൊക്കെ തകർന്നാലും, എന്തൊക്കെ നശിച്ചാലും, എന്തൊക്കെ പിശാച് ഉന്മൂലനം നാശം ചെയ്താലും എഴുതിയിട്ടോ, നിന്റെ പ്രാണനെ തൊടാൻ പിശാചിന് കഴിഞ്ഞില്ലെങ്കിൽ 2025 നിന്നുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ പറയുന്നു, നഷ്ടപ്പെട്ടതെല്ലാം നീ തിരികെ പിടിക്കുന്ന ദിവസമാണ്. നഷ്ടപ്പെട്ടതെല്ലാം 2025 നീ തിരികെ പിടിക്കുന്ന വർഷമാണ്. പിശാചം നശിപ്പിച്ചതെല്ലാം, ശത്രു നശിപ്പിച്ചതെല്ലാം നീ തിരികെ പിടിക്കുന്ന വർഷമാണ് 2025. ഓ റബലബരബ ശാന്തുരബലം. മോറിയ ദേശത്ത് ദൈവം കാണിച്ച മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ആമേൻ 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 അബ്രഹാം ഇങ്ങനെ വിശ്വാസത്തിൽ വിളിച്ചു പറഞ്ഞു കാണും, എന്റെ മകൻ ചാരമായാലും ഞാൻ തിരികെ പോകുമ്പോ എന്റെ മകനെ ആ ചാരത്തിൽ നിന്ന് ഞാൻ തിരികെ പ്രാപിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ കഴിയും, എല്ലാം തീർന്നാലും, എല്ലാം നശിപ്പിച്ചാലും അതിന്റെ നടുവിൽ നിന്ന് ഞാൻ ചിലതിനെ തിരികെ പ്രാപിക്കുന്ന വർഷമാണ് ഈ 2025. സമ്പത്തിനെ തൊട്ടു, വരുമാനത്തെ തൊട്ടു, ബിസിനസ്സുകളെ തൊട്ടു, സകലത്തെയും തൊട്ടു. അവൻ സ്തോത്രം ശരീരത്തെ തൊട്ടു, പ്രാണനെ മാത്രം തൊടാൻ കഴിഞ്ഞില്ല. സ്തോത്രം പറഞ്ഞാട്ടെ, പ്രാണനെ മാത്രം തൊടാൻ കഴിഞ്ഞില്ല, പ്രാണനെ മാത്രം തൊടാൻ കഴിയില്ല. കർത്താവ് പറയുന്നു, നിന്റെ പ്രാണനെ തൊടാൻ പറ്റത്തില്ല, നിന്റെ പ്രാണനെ തൊടാൻ പറ്റത്തില്ല, നിന്റെ പ്രാണനെ ദൈവം വിട്ടുകൊടുക്കത്തില്ല, നിന്റെ ആയുസ്സിനെ പിശാചിന് വിട്ടുകൊടുക്കത്തില്ല, നിന്റെ ആയുസ്സിനെ പിശാചിന് വിട്ടുകൊടുക്കത്തില്ല, നിന്റെ പ്രാണനെ പിശാചിന് വിട്ടുകൊടുക്കത്തില്ല. എത്ര പേർ ഊതേറ്റെടുക്കുന്നു? ഒന്നാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ വായിച്ച ഇയ്യോബാണോ 2-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ വരുമ്പോൾ 7-8 വാക്യങ്ങളിൽ വരുമ്പോൾ ഓട്ട് കഷ്ണമെടുത്ത് എഴുതിയിരിക്കുന്നു, തന്നെത്താൻ ഭാര്യയോട് പറയും, ഇവിടെ പറയുമ്പം ഭാര്യ പറയും, പണിയില്ല മനുഷ്യ, ഈ ഭക്തി മുറുകെ പിടിച്ചോണ്ടിരിക്കാതെ നിങ്ങളുടെ ഈ ഭക്തി കാരണമാ ഈ ഓട്ട് കഷ്ണം എടുത്ത് ചുരണ്ടേണ്ട ഗതികേട് വന്നേ. 1-ാം അധ്യായത്തിൽ വിരുന്ന് കഴിക്കുന്ന, 1-ാം അധ്യായത്തിൽ മറ്റുള്ളവരെ സ്വീകരിക്കുന്ന, യാഗം കഴിക്കുന്ന ഇയ്യോബ് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഓട്ടിൻ കഷ്ണമെടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. 1-ാം അധ്യായത്തിൽ സോഫ സെറ്റിയിലിരുന്ന ഇയ്യോബ് 2-ാം അധ്യായത്തിൽ വന്നപ്പോ ഇരിക്കുന്നത് ചാരത്തിലാ. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും
ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? വിലയേറിയ സെറ്റിയിരുന്നവൻ ചാരത്തിയിരിക്കുമ്പോ ഭാര്യ ഒന്ന് ചോദിക്കുക, നീ ഇനിയും ഇത്രയുമായില്ലേ? ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ചോദിക്കുക, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വീട്ടുകാർക്കും നാട്ടുകാർക്കും മൊത്തം മനസ്സിലായി, ഭക്തി മുറുകെ പിടിച്ചത് കൊണ്ടാണ് ഈ ഗതികേട് വന്നേ. അല്ലേ? ദൈവത്തെ തിരിച്ചു പറഞ്ഞ് മരിച്ചു കളകായെന്ന്. അല്ലേ? അവൾ വിധവയാകുമെന്ന് അവൾക്കറിയാം. എന്നിട്ടും അവൾ പറയുക, ഇവൻ ഈ അനുഭവിക്കുന്നത് അവൾ കണ്ടപ്പോൾ തന്റെ ഭർത്താവിനെ ഒന്ന് സഹായിക്കാൻ പോലും ആ ഓട്ടൻ കഷ്ണമെടുത്ത് ചുരണ്ടാൻ എടുത്തു പറയുക, തന്നെത്താൻ ചുരണ്ടി. അവക്കെടുത്ത് പോലെ തന്നെത്താൻ ചുരണ്ടി. ഭാര്യ ചുരണ്ടാനില്ല, വേലക്കാർ ചുരണ്ടി കൊടുക്കാനില്ല, ആരുമില്ല. തന്നെത്താൻ ചുരണ്ടി ചാരത്തിൽ. അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ. പൊട്ടി സംസാരിക്കുന്നത് പോലെ. അവിശ്വാസം പറയുന്നെങ്കിൽ എന്താ ആരെ പോലെയാ? പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് ആദരങ്ങളാൽ പാപം ചെയ്തില്ല. പാപം ചെയ്തില്ല. പാപം ചെയ്തില്ല. താഴോട്ട് വായിക്കും, പുതിയ ആൾക്കാർ വരികയാണ്, സ്നേഹിതന്മാർ വരിക. ഇവരെല്ലാം ഒന്ന് ആശ്വസിപ്പിക്കുക. 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇയ്യോബിനെ ദൂരെ നിന്ന് ഈ സ്നേഹിതന്മാർ കണ്ടപ്പോൾ പണ്ട് കാണുമ്പോൾ ഓടി വന്ന് ആലിംഗനം ചെയ്യുന്ന സ്നേഹിതന്മാർ ഇപ്പോൾ അകലെന്ന് നോക്കിയാറേ അവനെ തിരിച്ചറിഞ്ഞില്ല. ഇത് തൻ്റെ സ്നേഹിതൻ ഇയ്യോബാണെന്ന് പോലും ഇവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. 13-ാം വാക്യം വായിക്കുമ്പോൾ അവന്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ 7 രാപ്പകൽ അവനോട് കൂടെ നിലത്തിരുന്നു. എന്നാൽ ഇത്രത്തോളം ഗ്രൗണ്ട് ലെവലിലേക്ക് പോയ ഇയ്യോബ് 42-ാം അധ്യായം 1-ാം വാക്യം മുതൽ വരുമ്പോൾ ഇങ്ങനെ ദൈവത്തോട് ഇയ്യോബ് സംസാരിക്കുക, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. മനസ്സിലായോ? ഗ്രൗണ്ട് ലെവലിൽ വരെ എത്തി. അപ്പോഴും അയ്യോബ് പറയുന്നേ, നിനക്ക് സകലവും കഴിയുമെന്നും ഞാൻ ഇന്ന് ഈ അനുഭവിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ടെന്നും. അല്ലേ? നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അടുത്തു പറയുന്നു, അറിവ് കൂടാതെ ആലോചനയെ മറിച്ച് കളയുന്നു ഒരുവനാർ. അങ്ങനെ എനിക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണം. ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞ് വരുന്ന ഇയ്യോബ് 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോടും അരുളി ചെയ്തത്,
നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇയ്യോബ് ഒരു വാക്കുകൊണ്ട് പോലും പാപം ചെയ്യാതിരുന്നപ്പോ, ദൈവത്തെ തള്ളിപ്പറയാതിരുന്നപ്പോ, ദൈവം പറയാ നിങ്ങളോട് എൻ്റെ കോപം ജ്വലിച്ചിരിക്കുന്നു. കാരണം ഇയ്യോബിനെ പോലെ അല്ല നിങ്ങൾ സംസാരിച്ചേ. എനിക്ക് വിഹിതമല്ലാത്ത പലതും നിങ്ങളുടെ നാവിൽ നിന്ന് വന്നു. ഇനി നിങ്ങൾക്ക് വിടുതൽ ഉണ്ടാകണമെങ്കിൽ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞാട്ടെ, എന്റെ വിഷയത്തിലോട്ട് വരട്ടെ. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ദൂതിതാണ്, ഈ വേലി ദൈവം പൊളിച്ചു കൊടുത്തു. പിന്നെ വേലി കെട്ടിയെന്ന് നമ്മൾ എവിടെയെങ്കിലും വായിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരിടത്തും നമ്മൾ കാണുന്നില്ല ദൈവം പിന്നെ വേലി കെട്ടിയെന്ന്. സ്തോത്രം. പക്ഷേ ദൈവം വേലി ഒരിക്കലായി എടുത്തു മാറ്റിയിട്ട് സാത്താനും മനസ്സിലാക്കി കൊടുത്തു, ഞാൻ കെട്ടിയ വേലിയോ ഞാൻ കൊടുത്ത സമ്പത്തോ അല്ല. ആമേൻ. ഇവനെ ഈ കാണുന്ന ഇയ്യോബാക്കിയത്, സ്തോത്രം, ഇവൻ മുറുകെ പിടിച്ചിരിക്കുന്ന ഭക്തിയാണ്. ആമേൻ. എന്നാൽ വേദപുസ്തകം എഴുതിയിരിക്കുന്നു, ഈ 41 അധ്യായങ്ങളിൽ കണ്ട ഇയ്യോബിന്റെ ചരിത്രം, ഇയ്യോബിന്റെ ജീവിതം 42-ാം അധ്യായത്തിലെ ഒറ്റ പ്രാർത്ഥനയിൽ ഇയ്യോബിന്റെ സ്ഥിതിയെ ദൈവം മാറ്റിക്കൊടുത്തു. എത്ര ദൂത് മനസ്സിലായി? യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 42:10 നമ്മൾ ഇങ്ങനെ വായിച്ചു, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ദൂതിതാണ്, വേലിയല്ല. അവൻ സ്തോത്രം, നിന്റെ സമ്പത്തല്ല, നിന്റെ സൗന്ദര്യമല്ല, മറ്റൊന്നുമല്ല. നിന്റെ ഒറ്റ പ്രാർത്ഥന നിന്റെ സ്ഥിതി കർത്താവ് ഭേദം വരുത്താൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥന നിന്റെ ജീവിതത്തിന് ആകമാനം ഒരു വ്യത്യാസം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കൃപയാൽ ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവത്തിന്റെ വേലിയല്ല കാരണം നീ പ്രാർത്ഥിച്ചാൽ ഈ ദിവസങ്ങളിൽ എന്റെ ദൈവം നിന്റെ സ്തുതികൾക്ക് ഈ നാളുകളെ മാറ്റം വരുത്തി മുമ്പുള്ളതിനേക്കാൾ അധികം ഇരട്ടിയായി എന്റെ ദൈവം നിനക്ക് തന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില പ്രാർത്ഥനാ മണ്ഡലങ്ങൾ ഉയരുമ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ ദൃശ്യമായ ചില വേലികൾക്ക് പകരം നിന്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന, നിന്റെ ഭവനത്തിന്റെ ഉള്ളറകളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന നഷ്ടപ്പെട്ട ചിലതിനെ കൊണ്ടുവരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട ചിലതിനെ കൊണ്ടുവരാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥന മുറിക്കകത്തുനിന്ന് ഉയരുന്ന പ്രാർത്ഥന, നിന്റെ വീട്ടിനകത്തുനിന്ന് ഉയരുന്ന പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെടുത്തിയ ശത്രുവാകുന്നവൻ നശിപ്പിച്ച, പിശാച് നശിപ്പിച്ച ചിലതിനെയെല്ലാം ഈ നാളുകളിൽ ദൈവം ഇരട്ടിയായി മടക്കി കൊണ്ടുവരുന്ന ഒരു അനുഭവം എല്ലാ കത്ത് ദിവസം അടച്ചാട്ട്. ദൈവം കെട്ടിയ വേലിയല്ല നിന്റെ നന്മയെ കൊണ്ടുവന്നത്. ദൈവം കെട്ടിയ വേലിയല്ല നിന്റെ അനുഗ്രഹത്തെ കൊണ്ടുവന്നത്. രാത്രി സാത്താനെ മനസ്സിലാക്കി കൊടുത്തു, എൻ്റെ വേലിയല്ല അവൻ്റെ വീട്ടിനകത്തുള്ള പ്രാർത്ഥന, അവൻ്റെ ഭക്തി, അവൻ്റെ വിശുദ്ധ ജീവിതം, അവൻ നേരോടെ നടക്കുന്നത്, അവൻ കൃപയിൽ നിന്നത് കൊണ്ടാ ഇതൊക്കെ ഇവൻ ഉണ്ടായത്. ഈ വചനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ ദൈവമക്കളും ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ.